വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ സെക്കൻഡ് ടെക്സ്റ്റിൽ നിന്ന് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, എ സൈൻ kx പ്ലസ് ഒമേഗ ടി. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്? Is it a traveling or stationary wave? What does omega and k represent? Find out the wavelength from the equation. ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് വേവ് ലെന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സാധാരണ ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാറുള്ളതാണ് ട്രാവലിംഗ് വേവ് എന്താണ്, സ്റ്റേഷനറി വേവ് എന്താണ്, സ്റ്റാൻഡിങ് വേവ്സ് എന്താണെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനുള്ളത് ഒന്ന് പഠിച്ചിട്ടോണം. പിന്നെ ഇക്വേഷൻ തന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഓരോ ടേംസ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ഇക്വേഷൻ തന്നിട്ട് ചെറിയ പ്രോബ്ലംസ് ഇതിനകത്ത് നിന്ന് ചോദിക്കാറുണ്ട്. സാധാരണ പ്രോബ്ലം കാണുമ്പോൾ നമ്മളൊരു മടി വിചാരിക്കും, ചെയ്യണോ വേണ്ടിയോ എന്ന്. ചൊട്ടുമുക്കാലും ഒരു 4 മാർക്കൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഈ തന്നിരിക്കുന്നത് എന്ത് വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇതൊരു ട്രാവലിംഗ് വേവ് ആണ്. ട്രാവലിംഗ് വേവിനെയാണിത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഒമേഗയും കെയും എന്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന്. ഇതിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടൈപ്പ് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി വിയും ആംഗുലർ വെലോസിറ്റി ഒമേഗയും. ഇനി ഒമേഗ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2π/t. ടി എന്ന് പറയുന്നത് ടൈം പീരിയഡ് ആണ്. ഇനി കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. കെ ഈസ് ഈക്വൽ ടു 2π/λ, വേർ ലാംഡ ഇസ് ദി വേവ് ലെന്ത്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെന്ത് ആണ്. ഇനി എന്താ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ദി വേവ് ലെന്ത് ഫ്രം ദി ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നിന്ന് വേവ് ലെന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എഴുതി കെ എന്ന് പറയുന്നത് 2π/λ ആണ്. അങ്ങനെയെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2π/k ആയിരിക്കും. വേവ് ലെന്ത് ഈക്വൽ ടു 2π/ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ട്രാവലിംഗ് വേവ് എന്താണെന്ന് പഠിക്കണം, സ്റ്റേഷനറി വേവ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സ് പഠിക്കണം. ദെൻ ഈ ഇക്വേഷനകത്ത് നിന്ന് എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്, ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോണം. ഒപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ്, ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്, കെ എന്ന് പറയുന്നത് 2π/λ ആണ്, ലാംഡ എന്ന് പറയുന്നത് 2π/k. ഇതിൻ്റെ അകത്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക, അത്രേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലാംഡ ഇപ്പുറത്ത് വന്നു, കെ നേരെ താഴേക്ക് വന്നു, 2π/k എന്ന് വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ലോ മാത്രമായിട്ട് പഠിക്കരുതും, 0th ലോയും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കൂടി പഠിച്ചിട്ടോണം. കാരണം നമ്മളിപ്പോൾ ഇത് മാത്രം പഠിച്ചിട്ട് പോയി പക്ഷേ ചോദിക്കുന്ന 0th ലോ ആണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് ലോ ആണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പഠിക്കുമ്പോഴത്തേക്കും ഒരെണ്ണം മാത്രമായിട്ടല്ല, അതിൻ്റെ കൂടെ വരുന്നതും കൂടി പഠിച്ചു പോയിക്കണം. സാധാരണ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണെന്നും പറയാനാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞെന്ന് വെച്ച് ഫസ്റ്റ് ലോ ചോദിക്കുന്ന പോലെ തന്നെ 0th ലോയും ചോദിക്കാം, സെക്കൻഡ് ലോയും ചോദിക്കാം. ഇനി ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? നമുക്കറിയാം അല്ലേ, ക്വാണ്ടിറ്റി ഓഫ് ദി ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു increase in internal energy. Quantity of heat absorbed, that is delta Q, is equal to increase in internal energy delta U plus work done by the system delta W. Quantity of heat by the system is equal to, ഇതിനൊക്കെ ഈക്വൽ ആണ്, ഡെൽറ്റ യു അല്ലേ. ഡെൽറ്റ യു എന്താ സംഭവം? ഇൻക്രീസ് ഇൻ
internal energy. Delta W, work done by the system. ഇതിനെ ബേസ് ചെയ്ത് സിമ്പിൾ പ്രോബ്ലംസും ചോദിക്കാറുണ്ട് സാധാരണ. ന്യൂമറിക്കൽസ് വാല്യൂ തന്നിട്ട് ഇത് വെച്ച് വരുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. പി ഡെൽറ്റ വി ഒക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. വോളിയം ഇൻക്രീസ്ഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ ഫസ്റ്റ് ലോ, സീറോത്ത് ലോ, സെക്കൻഡ് ലോ ഒക്കെ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഒപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോബാറിക് പ്രോസസ് ആൻഡ് ഐസോകോറിക് പ്രോസസ്സ്? ഐസോബാറിക് മീൻസ് കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഐസോകോറിക് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഐസോബാറിക് കോൺസ്റ്റന്റ് പ്രഷർ, ഐസോകോറിക് കോൺസ്റ്റന്റ് വോളിയം. ഇനി ഇത് മാത്രമായിട്ട് പഠിച്ചുകൊണ്ട് പോകരുതും. ഇതിൻ്റെ ഒപ്പം തന്നെ ഐസോബാറിക് പ്രോസസ്സ് എന്താ, ഐസോതെർമൽ പ്രോസസ്സ് എന്താണ്, അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണ് എന്നതും കൂടി നോക്കിയിട്ടേ പോകാവുള്ളൂ. ഐസോതെർമൽ, അഡിയബാറ്റിക് പ്രോസസ്സും കൂടി എന്താണെന്നുള്ളതൊന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഇനി ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് നോക്കി തീർത്തിട്ട് പോകണം. എന്നിട്ട് എക്സാം കഴിഞ്ഞുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ ബാക്കിയുള്ളതും കൂടി നോക്കി തീർക്കണം. നേരത്തെ നമ്മൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് പ്രോബ്ലം ടൈപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിങ് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇൻ വിച്ച് ദ ന്യൂമറിക്കൽ കോൺസ്റ്റൻസ് ആർ ഇൻ SI യൂണിറ്റ്സ്. ഇതിനകത്ത് അതിരിക്കുന്ന കോൺസ്റ്റൻസ് എല്ലാം SI യൂണിറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെന്ത്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, എല്ലാത്തിനും ഒരു മാർക്ക് വെച്ച് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് എടുത്തെഴുതാം. yxt = 0.005 sin 80x - 3t ആണ്. ഇതിനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. a sin vt - x. ഓക്കെ, 2π/λ ഉണ്ട് കേട്ടോ. 2π/λ vt - x. ഇവിടെ നോക്കിയേ, 0.005 എന്ന് പറയുന്നത് എയുടെ പ്ലേസിലാണ് വന്നിരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.005 മീറ്റർ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുന്നതെല്ലാം SI യൂണിറ്റിലാണെന്ന്. അപ്പോൾ നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനി 80x ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. 80x ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3t തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് 2π/λ ഇൻറ്റു 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 3t ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 80x ആണ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, 2π/λ ഇൻറ്റു എക്സ് ഈക്വൽ ടു 80x. എക്സും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് ഇതിനകത്ത് നിന്ന് ലാംഡ എന്ന് പറയുന്നത് 2π = 80λ. അങ്ങനെയെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2π/80. 2π/80. അതായത് നമ്മൾ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ 80xഉം ഇവിടെ നമുക്കൊരു എക്സ് വരുന്ന ടേമും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 80x ആണ്. 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 80x ആണ്. അത് തമ്മിൽ നമ്മൾ സോൾവ് ചെയ്താൽ മാത്രം മതി. ഇനി 2π/80, പൈയുടെ വാല്യൂ 3.14 ആണെന്ന് നമുക്കറിയാം. ആ വാല്യൂ ഇട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 0.785 മീറ്റർ ആണ്. 0.785 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? വേവ് ലെന്തും കിട്ടി.
ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഇതുപോലെ എക്സിൻ്റെ ടേം ഇവിടെ 80x ആണ്, ഇവിടെ എക്സ് ഉണ്ട്, പുറത്ത് 2π/λ ഉണ്ട്. 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 80x ആണ്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലാംഡ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് കിട്ടേണ്ടത് ഫ്രീക്വൻസിയും ടൈം പീരീഡുമാണ്. ഫ്രീക്വൻസിയും ടൈം പീരീഡുമാണ് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കിട്ടാനുള്ളത്. ഓക്കെ, അത് രണ്ടും കിട്ടാനായിട്ട് ഇക്വേഷനകത്ത് നമുക്ക് വീണ്ടും 2π/λ ഇൻറ്റു Vt ഈക്വൽ ടു 3t. ഓക്കെ, ടിയുടെ ടേം ഇവിടെ ഉണ്ട്, ഇവിടെ Vt ഉണ്ട്. 2π/λ ഇൻറ്റു Vt ഈക്വൽ ടു 3t. ഇവിടെ നമുക്ക് ടിയും ടിയും ഒക്കെ ക്യാൻസലായി പോകും. ബാക്കി v/λ ഈക്വൽ ടു 3/2π എന്ന് വരും. ഈ v/λ എന്ന് പറയുന്നതാണ് ആര്? ഫ്രീക്വൻസി ന്യൂ അല്ലെങ്കിൽ എഫ്, ഏതാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ആ ടേം ഇട്ടാൽ മതി. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു v/λ ആണ്. അപ്പോൾ v/λ എന്ന് പറയുന്നത് 3/2π ആണ്. 3/2π എന്ന് പറയുമ്പോഴത്തേക്കും 3/2 ഇൻറ്റു 3.14. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.48 ഹെർട്സ് എന്നാണ്. 0.48 ഹെർട്സ് എന്നാണ്. ഇനി ഫ്രീക്വൻസി കിട്ടിയ ടൈം പീരീഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1/f ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 1/ν ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. 1/0.48 ദാറ്റ് ഈക്വൽ ടു 2.09 സെക്കൻഡ്. കേട്ടോ, സിമ്പിളാണ്. 4 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഇക്വേഷൻ കമ്പയർ ചെയ്ത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 4 മാർക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഈ ടോപ്പിക് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോവുക. ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വെറുതെ ഈ ക്വസ്റ്റ്യൻ നോക്കി ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി ടൈം വേസ്റ്റ് ചെയ്യേണ്ട. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു പോവുക. നമ്മളൊരിക്കലും എക്സാമിൻ്റെ പീക്ക് ടൈമിൽ നമുക്കറിയാൻ പാടില്ലാത്ത ടോപ്പിക്ക് വെച്ചിരുന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കരുത്. നമ്മൾ പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് തറവാക്കുക. ഒപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും നോക്കുക. ഓൾറെഡി ഈ ടോപ്പിക് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞപ്പം പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് എളുപ്പം ചെയ്ത് പഠിക്കുക. ഇനി ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണ്, ഇക്വേഷനും കൂടി കണ്ടാപ്പാടെ കൺഫ്യൂഷൻ ആണെങ്കിൽ പിന്നെ അതങ്ങ് വിട്ട് കളയുക. പക്ഷെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 4 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. ഇനി ഇവിടെ ഇപ്പോൾ നമുക്ക് 4 എണ്ണം ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 4 എണ്ണം ഒന്നും ചോദിക്കില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്തേന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് നമുക്ക് നേരിട്ട് നമുക്ക് ഇതങ്ങ് എടുത്ത് എഴുതാനുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോ വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് നേരിട്ട് വേപ്പർ ആവുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സബ്ലിമേഷൻ. ദ ട്രാൻസിഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ഓഫ് സബ്സ്റ്റൻസ് ഫ്രം സോളിഡ് ടു വേപ്പർ. Process of transition substance from എവിടെ നിന്ന് എങ്ങോട്ട്? സോളിഡ് ടു വേപ്പർ. സോളിഡിൽ നിന്ന് എങ്ങോട്ട് വരത്തില്ല? ലിക്വിഡിലേക്ക് വരത്തില്ല. ലിക്വിഡിലേക്ക് വരാതെ നേരിട്ട് വേപ്പറായിട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബ്ലിമേഷൻ. കർപ്പൂരം കത്തിക്കുന്നത് അല്ലേ? കർപ്പൂരം നേരിട്ട് സോളിഡാണ്, നേരിട്ട് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും അല്ലേ? ക്യാൻസർ. അപ്പം നമ്മൾ സബ്ലിമേഷൻ പഠിക്കുമ്പോൾ തന്നെ മെൽറ്റിങ്, ഫ്യൂഷൻ ഇതും കൂടി നമ്മൾ എന്താണെന്നുള്ളത് പഠിച്ചു പോയിരിക്കണം കേട്ടോ. നമുക്ക് സാധാരണ മെൽറ്റിങ്, ഫ്യൂഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. 2 മാർക്കൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. വൈ ഡു മെറ്റൽ യൂട്ടൻസിൽസ് ഹാവ് വുഡൻ ഹാൻഡിൽസ്? സാധാരണ പാത്രങ്ങൾക്കൊക്കെ തടിയുടെ പിടി, ഹാൻഡിൽസ് എപ്പോഴും വുഡനായിട്ട് ഉള്ളത് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്നുള്ളതാണ്. ഇതൊക്കെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ തന്നെ യൂട്ടൻസിൽസിനൊക്കെ കോപ്പർ ബേസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിന്ന് സാധാരണ സ്ഥിരം ചോദിച്ച് കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ വുഡൻ ഹാൻഡിൽസ് യൂസ് ചെയ്യാൻ കാരണം എന്താണ്?
ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയതുകൊണ്ടാണ് വുഡൻ ഹാൻഡിൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കോപ്പർ ബേസ് ഒക്കെ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? പാത്രത്തിനൊക്കെ കോപ്പറിൻ്റെ ബേസ് അത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയതുകൊണ്ടാണ്, ഹീറ്റ് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ 1 മാർക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടിയാലും വിട്ടുകളയരുത്. അത് നമ്മുടെ മാർക്ക് ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ 1 മാർക്ക് വീതം ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേഡ് നന്നായിട്ട് കൂടി വരും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വിട്ട് കളയുമ്പോൾ നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ പോയി എന്ന് പറയുള്ളൂ, പക്ഷെ നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് അതുപോലെ താഴേക്ക് പോകും. ഒരു ഡബിൾ പാസ് ഒക്കെ എയിം ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പാസ് മാർക്കൊക്കെ ഒന്ന് എയിം ചെയ്ത് പോകും, പാസ് മാർക്കെങ്കിലും സംഘടിപ്പിച്ചിട്ടേ വരാവുള്ളൂ എന്നൊക്കെ എയിം ചെയ്ത് പോകുന്നവരാണെങ്കിൽ യാതൊരു കാരണവശാലും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കളയരുത്, എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം. A flute is an example of an open pipe. Sketch the pattern of waveforms of the first 2 harmonics formed in an open pipe. ഇവിടെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓപ്പൺ പൈപ്പിൻ്റെയാണ്. ഇതുപോലെ തന്നെ ക്ലോസ്ഡ് പൈപ്പും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്പൺ പൈപ്പ് മാത്രമായിട്ട് പഠിച്ചിട്ട് പോകരുതും, ക്ലോസ്ഡ് പൈപ്പും കൂടി വരയ്ക്കാൻ പഠിക്കണം. ഒട്ടുമുക്കാലും ഇതിനകത്ത് നിന്ന് കാണുന്ന ക്വസ്റ്റ്യൻ ആണിത്. പെട്ടെന്ന് വരയ്ക്കുകയും ചെയ്യാം, ഉള്ള മാർക്ക് നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്രീക്വൻസിയുടെ റേഷ്യോസ്, വേവ് ലെന്തിൻ്റെ റേഷ്യോ, അതൊക്കെ സാധാരണ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് 2 ഹാർമോണിക്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് 1 വരച്ചിട്ടുണ്ട്, ആൻറ്റിനോഡും നോഡും. ഇവിടെ ഒരു ആൻറ്റിനോഡ് വരും. ഇനി സെക്കൻഡ് ഹാർമോണിക്സ് ആണെങ്കിൽ ആൻറ്റിനോഡ്, 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 ദെൻ 2 നോഡ്സ് വരും. ഇതുപോലെ 3ഉം 4ഉം ഒക്കെ വരയ്ക്കാനായിട്ട് പഠിച്ചോണം. ഇനി ഓപ്പൺ പൈപ്പ് മാത്രം പഠിച്ചിട്ട് പോകരുത്. ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ഓപ്പൺ പൈപ്പ് ആയിരിക്കും, ക്വസ്റ്റ്യൻ കാണുന്നത് ക്ലോസ്ഡ് പൈപ്പ് ആയിരിക്കും. അപ്പോൾ ഓപ്പൺ പൈപ്പ് വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ക്ലോസ്ഡ് പൈപ്പിൻ്റെയും കൂടി ഒന്ന് വരച്ച് പഠിച്ചേക്കണം. അടുത്ത് നോക്കിയേ, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഈസ് കോൾഡ്. ഇറ്റ്സ് ഏതൊക്കെ ചോദിക്കുന്നത്? സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ ആ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ്. ഇനി അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം. 0.3 kilogram ഓഫ് ഐസ് മെൽറ്റ്സ് കംപ്ലീറ്റ്ലി ബൈ അബ്സോർബിംഗ് 10⁵ ജൂൾ ഓഫ് ഹീറ്റ്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. അതുപോലെ ഫ്യൂഷൻ ചോദിക്കുന്ന പോലെ തന്നെ സബ്ലിമേഷൻ വെച്ച് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ മെൽറ്റിംഗ് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാം. വേപ്പർ സ്റ്റേറ്റിലേക്കുള്ള കൺവേർഷൻ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഏറ്റവും സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. സാധാരണ പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ ചെയ്യാറില്ല, മടി വിചാരിക്കും. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ആകെ അറിയേണ്ട ഇക്വേഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ്. ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Q നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 10⁵ ജൂളാണ്. മാസ് തന്നിട്ടുണ്ട് 0.3 കിലോഗ്രാം ആണെന്ന്. L ഫൈൻഡ് ഔട്ട് ചെയ്യണം. L ഈക്വൽ ടു 10⁵ ബൈ 0.3, ദാറ്റ് ഈക്വൽ ടു 3.33 ഇൻറ്റു 10⁵ എന്ന് വരും. ജൂൾ പെർ കിലോഗ്രാം. യൂണിറ്റ് മസ്റ്റ് കേട്ടോ, യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകുവേ. കണ്ടോ, 2 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും ഈ പ്രോബ്ലം ചെയ്താൽ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ട് കളയരുത് കേട്ടോ. അടുത്തതോ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 Kelvin. യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 Kelvin കൂട്ടാനായിട്ട് എന്തോരം ഹീറ്റ് എനർജി വേണ്ടി വരുമോ അതിനെയാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് the temperature of
ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റേസ് ദ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട്. ആരുടെ? യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ത്രൂ 1 കെൽവിൻ. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 കെൽവിൻ ആണെങ്കിൽ നമ്മൾ ഇതിനെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. യൂണിറ്റ് പറയാതെ ഗിവൺ മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 കെൽവിൻ ആണെങ്കിൽ, നമ്മൾ അതിനെ പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി. ഇത് രണ്ടും പഠിച്ചിട്ടോണം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിക്കുമ്പോൾ തന്നെ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നും കൂടി പഠിച്ചിട്ടോണം. തെർമോഡൈനാമിക്സിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കാറുണ്ട്. നമ്മൾ ഡെയിലി ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ട് കളയരുത്, അതെല്ലാം ആൻസർ ചെയ്തോണം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനി കൂടുതൽ വീഡിയോസിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.